നമ്മുടെ വിദ്യാഭ്യാസ മേഖല ഏറ്റവും കൂടുതൽ കരുത്താർജിച്ചിരിക്കുന്ന വിദ്യാഭ്യാസ രംഗത്തെ കുറിച്ച് പറയാനായി ഒരു വീഡിയോയും കൂടി ഞാൻ ചെയ്യുകയാണ്. ഒരിക്കൽ ഇതിനെക്കുറിച്ച് പറഞ്ഞതാണ് പ്രീവിയസ് വീഡിയോയിൽ. പക്ഷേ ഒന്നുകൂടി ഈ വിദ്യാഭ്യാസ രംഗത്തിന്റെ കരുത്തിനെ വിലയിരുത്തുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ റീസെന്റ് നമ്മുടെ കേരളത്തിൽ നടന്നത്. സെന്റ് ഡൊമിനിക് സ്കൂളിലെ ഒരു വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത വാർത്തയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. എന്താണ് കാരണം? സ്കൂളിൽ നിന്നുള്ള അധ്യാപകരുടെ ഹരാസ്മെന്റ്. ഏതൊക്കെ രീതിയിലുള്ള ഹരാസ്മെന്റ് ആണ് ആ കുട്ടി അനുഭവിച്ചത് എന്ന് ചോദിച്ചാൽ, പ്രാഥമികമായി പുറത്തു വന്ന വിവരം അനുസരിച്ച് കുട്ടിക്ക് നന്നായി മാർക്ക് കുറയുകയും മാർക്ക് കുറഞ്ഞതുകൊണ്ട് തന്നെ കുട്ടി നിലവിൽ ഇരിക്കുന്ന ആ ഒരു ക്ലാസ്സിൽ നിന്നും മാറ്റി മറ്റ് സഹപാഠികളുടെ കൂടെ ഇരുത്തുകയും ഇനിയും മാർക്ക് കുറയുകയാണെന്നുണ്ടെങ്കിൽ 9ാം ക്ലാസ്സിൽ നിന്നും 8ാം ക്ലാസ്സിലേക്ക് കൊണ്ടുപോയി ഇരുത്തും എന്ന രീതിയിൽ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഒരു തരം താഴ്ത്തുന്ന രീതിയിൽ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് സംസാരിച്ചു, ഹരാസ് ചെയ്തു, അല്ലെങ്കിൽ അപമാനിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. അതിന്റെ വിഷമം സഹിക്കവയ്യാതെ ഈ കുട്ടി വീട്ടിൽ വന്ന് ആത്മഹത്യ ചെയ്യുന്ന രീതിയിലാണ് കാര്യങ്ങൾ ഉണ്ടായത്. അപ്പൊ ഈ വാർത്ത പുറത്തു വന്നതിന് പിറകെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് യാതൊരു രീതിയിലുള്ള മാനസികമായിട്ടുള്ള കരുത്തില്ലെന്നും, ഇപ്പൊ നമ്മളൊക്കെ പഴയ ജനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ രീതിയിലുള്ള ഹരാസ്മെന്റ് ചെയ്താലും, നമ്മളെ ഭയങ്കരമായിട്ട് അടിച്ചാലും തല്ലിയാലും ഒക്കെ നമ്മൾ അതൊക്കെ ക്ഷമിച്ചിട്ട് മുന്നോട്ടുള്ള ജീവിതം കരുത്തോടു കൂടി കൊണ്ടുപോകുമായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ കുട്ടികൾ വേഗത്തിൽ ജീവിതം അവസാനിക്കുന്നത് പോലുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഇവിടെ നിലനിൽക്കുമ്പോൾ തന്നെ അതിനെ അഡ്രസ്സ് ചെയ്യേണ്ടതല്ലേ എന്ന കാര്യമാണ് ഞാൻ ഇവിടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. മുഖ്യമന്ത്രി പറഞ്ഞതുപോലെയല്ല കാര്യങ്ങൾ. കരുത്താർജിച്ചിരിക്കുന്ന വിദ്യാഭ്യാസ മേഖല അല്ലെങ്കിൽ പുതുതലമുറ എന്ന് പറഞ്ഞാൽ അവര് കുറച്ചും കൂടി മൂല്യമുള്ള അല്ലെങ്കിൽ നീണ്ടു നിൽക്കുന്ന ഒരു പ്രയോജനമുള്ള കാര്യങ്ങളിലല്ല കരുത്താർജിച്ചിരിക്കുന്നത്. കൂടുതലായും ഇവിടെ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഒക്കെ സാന്നിധ്യം വിദ്യാർത്ഥികൾക്കിടയിലാണ് കണ്ടുവരുന്നതെന്ന് ആലോചിക്കണം. വിദ്യാർത്ഥികൾക്ക് ഇത് എങ്ങനെയാണ് ലഭിക്കുന്നത്? അഡൽസ് ആണ് അവിടെ പ്രതി, അവരാണ് ഇവരുടെ കയ്യിലേക്ക് ഇത് എത്തിക്കുന്നത് അല്ലെ. ഇത് എവിടെ നിന്നാണ് വന്നത്? ഇടതുപക്ഷ സർക്കാരാണ് ഇവിടെ ഭരിക്കുന്നത്, ആഭ്യന്തരം കൈയാളുന്നത് നമ്മുടെ മുഖ്യമന്ത്രിയാണ്. എന്നിട്ട് അദ്ദേഹത്തിന്റെ മൂക്കിൻ കീഴിൽ കൂടെയാണ് എക്സൈസ് ഇവിടെ ഫലപ്രദമായി വർക്ക് ചെയ്തിട്ടും പോലീസ് ഇവിടെ വർക്ക് ചെയ്തിട്ടും ഒക്കെ കുട്ടികളുടെ കയ്യിൽ നിഷ്പ്രയാസം ഇത്തരം സാധനങ്ങൾ എത്തുന്നു എന്ന് പറയുമ്പോൾ ഏത് രീതിയിലുള്ള കരുത്താണ് താങ്കൾ ഉദ്ദേശിച്ചത് എന്ന് താങ്കൾ പറയണം. പൊതുവിദ്യാഭ്യാസ രംഗം ഇന്ത്യയിൽ 1ാം സ്ഥാനം തുടർച്ചയായി കേരളത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്പർ വൺ എടുത്തെടുത്ത് നിങ്ങൾ പറയുന്നുണ്ടല്ലോ. ഇവിടെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന്റെ മാനസികാരോഗ്യം എങ്ങനെയാണെന്നുള്ളത് ഒന്ന് അഡ്രസ് ചെയ്യാൻ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒന്ന് ചർച്ച ചെയ്യാനായിട്ട് എന്തെങ്കിലും നിങ്ങൾ ഒരു സമയം എടുത്തിട്ടുണ്ടോ? നിങ്ങൾ കുട്ടികളുടെ മാനസികാരോഗ്യത്തെ കുറിച്ച് ചർച്ച ചെയ്യാനും സമയം എടുക്കുന്നില്ല. ആരൊക്കെയോ കൗൺസിലേഴ്സിനെ നിങ്ങൾ എല്ലാ സ്കൂളിലും വെച്ചിട്ടുണ്ട്. എന്നാൽ കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് അവരോട് സംസാരിക്കാനുള്ള ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടോ നിങ്ങൾ അന്വേഷിക്കാറുണ്ടോ? കൂടുതലും അധ്യാപകർ അതിന് സമ്മതിക്കാറില്ല. പിന്നെ പാരന്റ്സ് പേഴ്സണലി ഈ കൗൺസിലേഴ്സിന്റെ അടുത്ത് വന്ന് സംസാരിക്കാറുണ്ട്. എന്റെ കുട്ടീനോട് നിങ്ങളുടെ ഈ കൗൺസിലിംഗും കാര്യങ്ങളൊന്നും വേണ്ട, അവൾക്ക് എന്തുണ്ടെങ്കിലും എന്നോട് പറയാം. എന്റെ ഒരു സുഹൃത്ത് സ്റ്റുഡൻസ് കൗൺസിലർ ആണ്. ആള് കാസർഗോഡ് ഏരിയയിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ ഇങ്ങനത്തെ ഭയങ്കര വിലക്കാണ്, പാരന്റ്സിന്റെ വിലക്കാണ്. ചെറിയൊരു പ്രായം ആകുമ്പോൾ തന്നെ നിക്കാഹ് കഴിപ്പിച്ചു വിടുകയും ചെയ്യും കുട്ടികളെ. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളും ഈ കേരളത്തിലാണ് നടക്കുന്നത്. ഇവിടെയാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ നിലനിൽക്കുന്നത്, മതത്തിന്റെ പേരിലും അതുപോലെ തന്നെ പല കാര്യങ്ങളുടെ പേരിൽ. കുട്ടികളുടെ മാനസികാരോഗ്യം, കുട്ടികൾ വീട്ടിൽ അനുഭവിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് വീട്ടിലും അഡ്രസ് ചെയ്യാതെ പോകുന്നു, സ്കൂളിലും അഡ്രസ് ചെയ്യാതെ പോകുന്ന ഒരു അവസ്ഥ. കൂടുതലും ഈ പറയുന്ന അധ്യാപകരെന്ന് പറയുന്ന ഒരു കൂട്ടം എന്ന് പറയുന്നത് അവരുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ, അവരുടെ പേഴ്സണലി നടക്കുന്ന കാര്യങ്ങൾ, ഇതിന്റെയൊക്കെ ഒരു ഫ്രസ്ട്രേഷൻ കുട്ടികളിൽ കൊണ്ടുവന്ന് തീർക്കുന്ന ഒരു കൂട്ടരാണ്. നിങ്ങളുടെയൊക്കെ ഓർമ്മയിൽ എപ്പോഴും ഒരു നല്ല ടീച്ചർ ഉണ്ടാവും, ഒരു ബാഡ് ടീച്ചർ ഉണ്ടാവും, ശരിയല്ലേ? കാലങ്ങളായിട്ട് ഈ ഒരു സിസ്റ്റം ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവര് നമ്മളെ ആവശ്യത്തിന് അടിച്ച് ഓർമ്മയുണ്ടാവും, പക്ഷെ നമ്മുടെ മനസ്സിന്റെയൊക്കെ ഏറ്റവും അടിയിലുള്ളത് ആവശ്യമില്ലാതെ നമ്മൾ കൊണ്ട അടികളുടെ ആ ഒരു ഓർമ്മകളായിരിക്കും, ആ ഒരു കണക്കായിരിക്കും. എന്തിനാണ് അവർ നമ്മളെ തല്ലിയത് എന്ന് പോലും അറിയാൻ പറ്റാതെ ഒരു ചെറുപ്രായത്തിൽ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന ഒരു കുട്ടി നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാവും. ഇന്നും സ്ഥിതിഗതികൾക്ക് മാറ്റമില്ലെന്ന് ആലോചിക്കണം. നമ്മളെക്കാളും കുറച്ചും കൂടി അഭിമാനികളായി പോയതല്ല ശരിക്കും പറഞ്ഞാൽ പുതു തലമുറയുടെ കുഴപ്പം. മറിച്ച് പഴയ തലമുറയിൽപ്പെട്ട ആളുകൾക്ക് കുട്ടികളാണെങ്കിലും കുട്ടികളെന്ന രീതിയിലാണെങ്കിൽ പോലും ഒരു വ്യക്തി എന്ന രീതിയിലുള്ള ബഹുമാനം അവിടെ നൽകണമെന്ന് തിരിച്ചറിയുന്ന ഒരു ബോധം ഉണ്ടല്ലോ. ആ ബോധം ഇല്ലാതെ പോയതാണ് ഇവിടെ സംഭവിച്ചതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അധ്യാപകരെന്ന് പറയുന്നത് ശിക്ഷിക്കുന്നത് ഒരു തെറ്റല്ല, അവരടിക്കുന്നത് ഒരു തെറ്റല്ല എന്നൊക്കെ നോർമലൈസ് ചെയ്യുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അബ്യൂസ് ആണെന്നുള്ളത് മറക്കരുത്. ശാരീരികമായിട്ട് കുറച്ച് ദുർബലരായ ഒരാളെ അടിച്ചനുസരിപ്പിക്കുന്നത് ഒരിക്കലും സ്ഥായി ആയിട്ടുള്ള ഒരു അനുസരണമല്ല. അവരപ്പോഴത്തെ വേദന കൊണ്ടോ വേറെ വഴിയില്ലാത്തത് കൊണ്ടോ ഒക്കെ വഴങ്ങിപ്പോയേക്കാം, പക്ഷെ മനസ്സുകൊണ്ട് അവരത് ശീലിക്കുന്നില്ല. ഡിസിപ്ലിൻ ശീലിക്കുന്നതും ശീലിപ്പിക്കുന്നതും തമ്മിൽ ഭയങ്കരമായിട്ടുള്ള വ്യത്യാസമുണ്ട്. അപ്പൊ ശീലിപ്പിക്കുന്നത് ഒരിക്കലും ഈ വർധന മുറകളിലൂടെ ആകരുത്. അത് വീട്ടിലാണെങ്കിലും അധ്യാപനത്തിലാണെങ്കിലും. കുട്ടികളെ ശിക്ഷിക്കുമ്പോൾ നമ്മൾ കുറച്ചെങ്കിലും ഒരു മിതത്വം പാലിക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? എല്ലാത്തിനും ഒരു അതിർവരമ്പുണ്ട്. അതിർവരമ്പിന്റെ അപ്പുറത്തേക്ക് കയറി നമ്മൾ അത് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നതിലും വലിയ അപകടങ്ങളായിരിക്കും ചിലപ്പോൾ ഉണ്ടാകുന്നത്, ഇമ്പാക്ട് ആയിരിക്കും ഉണ്ടാകുന്നത്. കാരണം മനുഷ്യന്റെ മനസ്സാണ്. നിങ്ങൾ രാക്ഷസൻ എന്ന് പറഞ്ഞിട്ട് ഒരു തമിഴ് സിനിമ കണ്ടിട്ടുണ്ടോ? മലയാളത്തിലൊക്കെ ഡബ് ചെയ്ത് വന്നിട്ടുണ്ട്. ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ഒരുപാട് കളക്ഷൻ ഒക്കെ നേടിയ ഒരു സിനിമയാണ്.
ആ സിനിമയുടെ ഇതിവൃത്തം എന്ന് പറയുന്നത് ഒരു കുട്ടി അതിന് ജന്മനാ തന്നെ എന്തോ ഒരു ജനിതക തകരാറുള്ളൊരു കുട്ടിയാണ്, അതിന് മുടി ഉണ്ടാവുന്നില്ല, അതുപോലെ കാണുമ്പോൾ കുറച്ച് പ്രായമായതുപോലെയാണ് ചെറുപ്പത്തിലെ ആ കുട്ടി ഇരിക്കുന്നത്. അപ്പൊ ഇതും പറഞ്ഞ് സ്കൂളിലെ മറ്റു കുട്ടികൾ ഈ കുട്ടിയെ കളിയാക്കുന്നു, കളിയാക്കൽ കൂടി, കളിയാക്കുന്ന ഒരു പെൺകുട്ടീനെ ഈ കുട്ടി കൊല്ലുന്നു. പിന്നെ കുറെ നാളുകൾക്ക് ശേഷം ആ കുട്ടിയുടെ പ്രായത്തിലുള്ള ഏകദേശം അതേ മുഖമുള്ള കുട്ടികളെ തെരഞ്ഞുപിടിച്ച് കൊല്ലുന്ന ഒരു സൈക്കോ കില്ലറായിട്ട് ഈ കുട്ടിയെ മാറിയതാണ് കഥ. അപ്പൊ ഒന്ന് ആലോചിക്കണം, ഇതുപോലെ സൈക്കോ എന്ന് പറഞ്ഞിട്ട് വേറൊരു തമിഴ് മൂവിയുണ്ട്, അത് ഭയങ്കരമായിട്ട് മനസ്സിനെ പിടിച്ച് ഒലയ്ക്കുന്ന ഒരു മൂവിയാണ്. ഒരു സൈക്കോ എങ്ങനെയാണ് ഉണ്ടാവുന്നത്, മാനസികമായിട്ട് മറ്റുള്ളവർ എത്ര ഫാമിലിനെ എഫക്ട് ചെയ്തു നിങ്ങൾ ആലോചിക്കണം. ഒരാളുടെ മിസ്ബിഹേവ് എന്ന് പറയുന്ന ഒരു കാര്യം അവിടെ വന്നതുകൊണ്ടാണ്. ഒരാൾ മര്യാദക്ക് ഇടപെട്ടിരുന്നെങ്കിൽ, ഒരു കുട്ടിയെന്ന് മനസ്സിലാക്കി ഒരു കരുണയോടുകൂടി അതിനെ തിരുത്താൻ ശ്രമിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ആവില്ല അതിന്റെ ഭാവി ഉണ്ടാകും. ഒരുപാട് പേരുടെ ഭാവി അത്രയും ഒരു ദുരന്തത്തിൽ പോയി അവസാനിക്കില്ല. അപ്പോൾ ശിക്ഷണം എന്ന് പറയുന്നത് ഒരിക്കലും, ശിക്ഷണം എന്ന വാക്ക് വടിയല്ല അർത്ഥമാക്കുന്നത്. ശിക്ഷണം എന്ന് പറഞ്ഞാൽ അതിന് പലതരത്തിലുള്ള രീതികളുണ്ട്. ഒരു കാര്യം ചെയ്താൽ നിനക്ക് ഇന്ന് ഈ മിഠായി തരില്ല എന്ന് പറഞ്ഞിട്ട് അത് ചെയ്യുകയാണെങ്കിൽ അത് കൊടുക്കാതിരിക്കുന്നതും, അത് ചെയ്തില്ലെങ്കിൽ അത് കൊടുക്കുന്നു, ഇതൊക്കെ ഒരു ശിക്ഷണത്തിന്റെ രീതിയാണ്. അല്ലാതെ എപ്പോഴും വടിയെടുത്ത് അടിക്കുന്നതൊന്നും ശിക്ഷണമല്ല. ഒന്നേ ഉള്ളെങ്കിൽ ഒലക്ക കടിക്കണമെന്നൊക്കെ ആരാണ് പറഞ്ഞു വെച്ചിരിക്കുന്നതെന്ന് അറിയില്ല. എന്തായാലും കൊച്ചിന്റെ സൈസ് അനുസരിച്ച് ഒലക്ക വെച്ച് അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കൊച്ചു മരിച്ചു. അപ്പൊ ഇതൊന്നും പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളല്ല. ശിക്ഷണം ശരിക്കും ഒരു നേർരേഖ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു അതിർവരമ്പ് വെച്ചിട്ട് ചെയ്യേണ്ട ഒരു സംഗതിയാണ്. ഒരു കുട്ടിയെ വളരെ നിസ്സഹായമായിട്ടുള്ള ഒരു അവസ്ഥയിൽ, ദുർബലമായ ഒരു അവസ്ഥയിൽ, വെറുതെ കട്ടിലിൽ കിടക്കാൻ മാത്രം കഴിയുന്ന ഒരു അവസ്ഥയിലാണ് മാതാപിതാക്കളുടെ കയ്യിലേക്ക് ലഭിക്കുന്നത്. അവിടെ നിന്നും ആ കുട്ടിയുടെ ചലനങ്ങൾ അറിയാൻ പറ്റുന്നില്ല, മാറ്റങ്ങൾ അറിയാൻ പറ്റുന്നില്ല, ചിന്തകൾ അറിയാൻ പറ്റുന്നില്ല, പ്രവൃത്തികൾ അറിയാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ആസ് എ പാരന്റ് നിങ്ങളുടെ പരാജയം തന്നെയാണ് അവിടെ വെളിപ്പെട്ട് നിൽക്കുന്നതെന്ന് ഓർക്കണം. ടീച്ചേഴ്സിനും അവർ ചെയ്യേണ്ട കാര്യങ്ങൾ, അവർ വീട്ടിൽ പല കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ കൊണ്ടുവന്ന് കുട്ടികളുടെ മേലിൽ തീർക്കുന്നത് ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയുന്നതല്ല. വടി തിരികെ കൊടുത്താൽ തീരുന്നതല്ല ഇപ്പോഴത്തെ പ്രശ്നം. മറിച്ച് ടീച്ചേഴ്സിന്റെ മാനസിക ആരോഗ്യം എങ്ങനെയാണെന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണ്. ഒരുപാട് പാരന്റ്സ് ഇതേ സ്കൂളിൽ അവരുടെ കുട്ടികൾക്ക് വളരെ മോശമായിട്ടുള്ള അനുഭവം ഉണ്ടായതായിട്ട് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. 1-2 വീഡിയോസ് കാണാം. എന്റെ മകന് ഒരു ബുക്ക് ഒരു ദിവസം കൊണ്ടുവരാൻ വൈകിയതിന് മുഖത്തടിച്ചിട്ട് ആ മകൻ ഇവിടെ വരാതെ 11 ദിവസത്തോളം ട്രോമയിൽ ഇരുന്നിട്ട് അവൻ ഈ സ്കൂൾ മാറി തിരൂരിലുള്ള ഒരു സ്കൂളിലേക്ക് പോയി മാറി ചേരുന്നത്. എന്റെ മകൻ ആ മോന് ശേഷം പിന്നെ എന്റെ താഴെയുള്ള 2 മക്കളും ഇപ്പൊ ഇവിടെ പഠിക്കുന്നു. 5 times ഞാൻ ഈ സ്കൂളിൽ വന്നിട്ടുണ്ട്. ഇവിടെ അബ്രോഡ് ആണോന്ന് അറിയില്ല, ഔട്ട് ഓഫ് കേരള ആണോന്ന് അറിയില്ല. ഒരു 5 തവണയെങ്കിലും ഞാൻ എന്റെ സമയം മെനക്കെടുത്തി വന്നിട്ട് എനിക്ക് ഇവിടുത്തെ പ്രിൻസിപ്പൽ മാഡത്തിനെ കാണാൻ പറ്റിയിട്ടില്ല. നിങ്ങൾക്ക് എന്താ അഭിപ്രായം? ശരിയല്ലേ? കാണാൻ കിട്ടാത്ത ഒരു വസ്തുവാണ് ഇവിടുത്തെ വസ്തു എന്ന് പറയുന്നത്. ഒരു വ്യക്തിയിട്ട് കിടക്കാൻ പറ്റില്ല, ഒരു വസ്തു ആണ് ഇവിടുത്തെ പ്രിൻസിപ്പൾ. ഇതാണ് ആസ് എ പാരന്റ് എന്റെ അനുഭവം. ഇത് ഈ സ്കൂളിലെ മാത്രം അവസ്ഥയല്ല. എനിക്കറിയാവുന്ന പള്ളുരുത്തിയിലുള്ള ഒരു സ്കൂളിൽ ഇതുപോലൊരു സംഭവം നടന്നിരുന്നു. അവിടെ ഒരു പെൺകുട്ടി ഭയങ്കരമായിട്ട്, അവിടുത്തെ സിസ്റ്റേഴ്സ് ആണ് അവിടെ ക്ലാസ്സുകളൊക്കെ നടത്തുന്നതും മെയിൻ അതോറിറ്റി ആയിട്ടൊക്കെ ഇരിക്കുന്നതും. ഈ കുട്ടി മറ്റു ആൺകുട്ടികളോട് സംസാരിക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഈ ഹരാസ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മറ്റു കുട്ടികളുടെ മുമ്പിൽ വെച്ചും പിന്നെ അച്ഛനും അമ്മയും വിളിച്ച് PTA മുമ്പിൽ വെച്ചിട്ടൊക്കെ ഭയങ്കരമായിട്ട് ഈ കുട്ടീനെ ലിറ്ററലി പറഞ്ഞാൽ പ്രോസ്റ്റിറ്റ്യൂട്ട്, വേശ്യ എന്ന് പറയുന്ന രീതിയിൽ, എന്തോ 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കണം അത്രയും ചെറിയൊരു കുട്ടിയാണെന്ന് ആലോചിക്കണം. ആ കുട്ടിയെ ഈ രീതിയിൽ പ്രൊജക്ട് ചെയ്ത് ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുക, ഇതിനൊക്കെ ആരാണ് ഒരു അധ്യാപിക എന്ന നിലയിൽ അവർക്ക് അതോറിറ്റി കൊടുത്തതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പൊ നമ്മൾ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്, അമ്മ വഴക്ക് പറഞ്ഞു കുട്ടി വീട് വിട്ട് ഇറങ്ങിപ്പോയി. അമ്മ വഴക്ക് പറഞ്ഞ ഉടനെ കുട്ടി വീട് വിട്ട് ഇറങ്ങി പോവാണോ എന്ന് ചോദിക്കുന്ന നമ്മൾ അമ്മ പറഞ്ഞ വഴക്ക് എന്താണെന്ന് തിരക്കുന്നില്ല. അമ്മ പറഞ്ഞിട്ടുള്ളത് വളരെ മൂർച്ചയുള്ള വാക്കുകളാണോ അല്ലെങ്കിൽ ചുമ്മാ ഒരു വഴക്കാണോ എന്നുള്ളത് ആ കുട്ടിക്ക് മാത്രമേ അറിയൂ. പല ആളുകളും വളരെ വലുതായിട്ടുള്ള വളർന്നിട്ടുള്ള ആളുകളുടെ കാര്യമാണ് പറയുന്നത്. അവർക്ക് മെന്റലി ഉണ്ടാവുന്ന സ്ട്രെസ്സും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് പിള്ളേരുടെ അടുത്താണ് തീർക്കുന്നത്. വളരെ വൃത്തികെട്ട രീതിയിലാണ് പലരും അവരുടെ മക്കളോട് സംസാരിക്കുന്നത്. വാക്കുകൾ ഭയങ്കരമായിട്ട് മുറിവുണ്ടാക്കുന്ന ഒരു സാധനമാണ്. ആ സംസാരിച്ച വ്യക്തിക്ക് പോലും ഒരു പക്ഷെ എത്ര ശ്രമിച്ചാൽ ആ മുറിവ് ഉണക്കാനായിട്ട് പിന്നെ പറ്റിയെന്ന് വരില്ല. അപ്പൊ അതൊന്നും ചിന്തിക്കാതെയാണ് ഇത്തരക്കാര് കുട്ടികളോട് ഈ രീതിയിൽ ഇടപെടുന്നത്. കുട്ടികളോട് ഇടപെടുമ്പോൾ ബഹുമാന പുരസ്കാരം തന്നെ ഇടപെടണം. കാരണം അവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രോണപ്സ് ആണെങ്കിൽ അവരൊരു വ്യക്തികളാണ്, അവർക്ക് ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഒക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു കുട്ടിക്ക് സ്കൂളിലോ അല്ലെങ്കിൽ കൂട്ടുകാരുമായിട്ടോ ഒക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വീട്ടിൽ വന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിന് പറ്റിയൊരു അന്തരീക്ഷം വീട്ടിലുണ്ടോ എന്നുള്ളതും കൂടി ഒരു ചോദ്യമാണ്. ഒരു കുട്ടി അത് വിഷമിച്ചിരിക്കുന്ന സമയത്ത് നിങ്ങളോടൊന്നും തുറന്ന് പറയുന്നില്ലെങ്കിൽ ആസ് എ പാരന്റ് നിങ്ങൾക്ക് കുട്ടിയായിട്ട് നല്ലൊരു ബന്ധം ഇല്ലെന്നാണ് അർത്ഥം. എന്ത് ലോകത്ത് സംഭവിച്ചാലും നിങ്ങളുടെ അടുത്തേക്ക് നിങ്ങളുടെ കുട്ടി വരണം, എന്നാൽ മാത്രമേ നിങ്ങൾ നല്ല ഒരു അച്ഛനും അമ്മയും ആവൂ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം ഒരു കുട്ടി കണ്ണ് തുറക്കുമ്പോഴത്തേക്ക് ആദ്യം കാണുന്ന മനുഷ്യരെന്ന് പറയുന്ന അച്ഛനും അമ്മയാണ്. അപ്പൊ ഈ ലോകത്തിലേക്ക് നമ്മൾ വരുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും നമ്മളെ ഇവർ പ്രൊട്ടക്ട് ചെയ്യും എന്നൊരു വിശ്വാസമാണ് ഒരു കുട്ടിക്കുള്ളത്. അപ്പൊ ആ വിശ്വാസം കാക്കുക എന്നുള്ളതാണ് ഒരു പാരന്റ് എന്ന നിലയിൽ നിങ്ങൾക്കുള്ള ആത്യന്തികമായിട്ടുള്ള കടമ. അല്ലാതെ നാട്ടുകാരെന്ത് പറയുന്നോ അവരുടെ ഗുഡ് സർട്ടിഫിക്കറ്റ് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതോ ഇതൊന്നുമല്ല നിങ്ങളെ സംബന്ധിച്ചൊരു മാറ്റർ. മറിച്ച് കുട്ടി സേഫ് ആണോ, കുട്ടിയുടെ കാര്യങ്ങളെല്ലാം ഓക്കെ ആണോ എന്നുള്ളത് എപ്പോഴും അഷ്യൂർ ചെയ്തുകൊണ്ടിരിക്കേണ്ടത് ഒരു പാരന്റ് ആണ്.
ഒരു പാരന്റിന് പോലും എന്താ പറയാ നമുക്ക് കയ്യെത്താത്ത ഒരു സ്ഥലമാണ് സ്കൂള്. അവിടെ ഒരു കുട്ടി സേഫ് അല്ല എന്ന് പറഞ്ഞാൽ എന്ത് നമ്പർ 1 വിദ്യാഭ്യാസമാണ് ഈ കേരളത്തിൽ നൽകുന്നതെന്നാണ് മുഖ്യമന്ത്രി താങ്കൾ പറയുന്നത്? എന്നാൽ 2016 ഇതേ വിദ്യാഭ്യാസ രംഗമായിരുന്നു എല്ലാവരും വേദനിച്ചിരുന്നൊരു കാര്യം. കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ രംഗം തകർന്നു പോകുമെന്നായിരുന്നു അന്നത്തെ കണക്കുകൂട്ടൽ. 2016 താങ്കൾ പറയുന്നുണ്ടല്ലോ ഈ ഒരു ആശങ്കാവസ്ഥ ഉണ്ടായിരുന്നു. എന്തായിരുന്നു ഈ പറയുന്ന വിദ്യാഭ്യാസത്തിന് അന്നുണ്ടായിരുന്ന പ്രശ്നം? എന്റെ അറിവിൽ അങ്ങനെ ഒരു പ്രശ്നം നേരിട്ടതായിട്ട് അറിയില്ല. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അന്ന് പ്രതിപക്ഷത്തിരുന്ന് നിങ്ങൾ അത് പൊക്കിക്കൊണ്ട് വന്നതായിരിക്കണം, അല്ലാതെ വേറെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ വിദ്യാലയങ്ങള് കലാലയങ്ങളിലൊക്കെ ഉണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങളുടെ സംഘടനയുടെ ഭയങ്കരമായിട്ടുള്ള അധിനിവേശമാണ്. SFIനെ പേടിച്ചിട്ട് നമ്മുടെ പിള്ളേരെ സ്കൂളിലും കോളേജിലും വിടാൻ പറ്റാത്ത അവസ്ഥയാണ്. മെയിൻ ആയിട്ട് കോളേജിൽ കൂടുതൽ ആളുകൾ മംഗലാപുരത്തേക്കും ബാംഗ്ലൂരിലും ഒക്കെ അഡ്മിഷൻ നോക്കി പോകുന്നതിന്റെ കാര്യം എന്താണ്? ഏറ്റവും കൂടുതൽ ആളുകൾ അബ്രോഡ് പോകുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങളുടെ പാർട്ടിക്കാരെ കൊണ്ടും അവർ ഈ പറയുന്ന കലാലയങ്ങളിലൊക്കെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ കൊണ്ടും മാനേജ് ചെയ്ത് നിൽക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. മേ ബി ജീവനോടെങ്കിലും നമ്മുടെ പിള്ളേരെ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്, കുടുംബം പണയം വെച്ചിട്ടാണെങ്കിലും ഇതിനൊക്കെ പല പാരന്റ്സും ഇവിടെ തയ്യാറാവുന്നത്. അപ്പൊ താങ്കൾ പറയുന്ന ഒരു ഗുരുതരമായ അവസ്ഥയൊന്നും അന്നുണ്ടായിരുന്നില്ല. അന്ന് താരതമ്യേന ശാന്തമായിരുന്നു കാര്യങ്ങൾ. മനസമാധാനമായിട്ട് ഇവിടെ പാരന്റ്സിനാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും ഒക്കെ കിടന്നുറങ്ങാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്താ മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ സേഫ് ആയിരുന്നു. ഇന്ന് ആ ഒരു സേഫ്റ്റി നമുക്കില്ല, വിദ്യാഭ്യാസ രംഗത്ത് മെയിൻ ആയിട്ടില്ല. എന്നിട്ട് താങ്കൾ എങ്ങനെയാണ് ഈ പറയുന്ന അന്ന് പ്രശ്നമായിരുന്നു ഇന്ന് പ്രശ്നമില്ല എന്ന് എങ്ങനെ താങ്കൾക്ക് പറയാൻ സാധിക്കും? വെറുതെ ഉണ്ടായതല്ലത്. 5000 കോടി രൂപയാണ് ആ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഈ മാറ്റത്തിന് വേണ്ടി സർക്കാർ ചെലവഴിച്ചത്. ഈ 5000 കോടി ഇവിടെ കൊണ്ടുവന്ന് നിക്ഷേപിച്ചു പല മാർഗങ്ങളിലൂടെ എന്ന് പറയുന്നുണ്ട്. ഏത് മാർഗങ്ങളിലൂടെ ആയിക്കോട്ടെ, ഈ 5000 കോടി വെച്ച് താങ്കൾ എന്തൊക്കെ ചെയ്തു? കണ്ണൂര് ഞാനൊരു സ്മാർട്ട് സ്കൂൾ കണ്ടിട്ടുണ്ട്. അത് മാത്രമാണ് ഞാനൊരു ഗവൺമെന്റ് സ്കൂൾ ബെറ്റർ എന്ന് പറഞ്ഞിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് ഞാൻ പോയിട്ടുള്ള സ്ഥലങ്ങളിൽ. വേറെ എവിടെയെങ്കിലും ഇതുപോലത്തെ ഈ പറയുന്ന സ്മാർട്ട് സ്കൂളോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ രംഗത്ത് ഭയങ്കരമായിട്ടുള്ള മൂല്യത്തിന്റെ ഒരു ഉയർച്ച കണ്ടത് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ? ഈ ഒരു വർഷം മാത്രം എടുത്തു, ഈ 9 വർഷങ്ങൾ മൊത്തം ഞാൻ കണക്കിലെടുക്കുന്നില്ല, എത്ര കുട്ടികൾ മരണപ്പെട്ട വാർത്ത നിങ്ങളുടെ ചെവിയിലെത്തി? അത് സ്കൂളിൽ റാഗിങ്ങിൽ ഒരുപാട് പേര് മരണപ്പെട്ടു. ഈ റാഗിങ്ങിന്റെ ഒക്കെ പുറകിൽ ഒരു ഇടത് സംഘടന ഉണ്ടാവുമെന്ന് ആലോചിക്കണം. അവരെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഇടത് നേതാക്കൾ പോലീസ് സ്റ്റേഷനിൽ അടക്കം വരുമെന്ന് ആലോചിക്കണം. അവര് പാർട്ടിക്കാർ വന്ന് വാദിക്കുമെന്ന് ആലോചിക്കണം. അവർ ഒളിച്ചിരിക്കാനും അതുപോലെ ഫേക്ക് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് കൊടുക്കാനും സപ്പോർട്ട് ചെയ്യുമെന്ന് ആലോചിക്കണം. അപ്പൊ ഇതിനൊക്കെയാണോ നിങ്ങൾ ഈ ഫണ്ട് യൂസ് ചെയ്തത്? മറിച്ച് ഇപ്പോ സ്കൂളുകളിൽ ഫുഡ് കൊടുക്കുന്ന പരിപാടി, ഇപ്പോഴാണല്ലോ അംഗൻവാടിയിൽ ബിർണാണി കൊണ്ടുവരും എന്ന് പറഞ്ഞത്. അങ്ങനെ ഒരു പ്രഖ്യാപനം കൊണ്ട് തുടനെ ബിർണാണി കൊടുത്തോളാനും പറഞ്ഞു. കുട്ടി ഒന്നിന് 5 രൂപയാണ് കൊടുക്കുന്നത്. മുട്ട ബിരിയാണി കൊടുക്കാൻ പോലും 5 രൂപ വെച്ച് പറ്റുമോ? അതില്ല. അത് കൂടാതെ പാല് കൊടുക്കണം. മുട്ട ബിരിയാണിയാണ് ഉച്ചക്ക് കൊടുക്കുന്നത്. അപ്പൊ ഈ കാര്യങ്ങൾ അവിടുത്തെ ആയമാരോടോ അല്ലെങ്കിൽ അവിടുത്തെ ടീച്ചർമാരോടോ നോക്കിക്കൊള്ളാനാണ് പറഞ്ഞിരിക്കുന്നത്. സ്കൂളിൽ അധ്യാപകർ വേണത്ര കുട്ടികൾക്ക് ഉച്ചഭക്ഷണം കൊടുക്കാൻ. നിങ്ങൾ കയ്യിൽ നിർത്തിട്ട് കൊടുക്കുക, ശമ്പളത്തിൽ നിർത്തിട്ട് കൊടുക്കുന്ന പറയുന്നത്. പല അധ്യാപകരും ഇപ്പോഴേ ലോൺ മേടിച്ചിട്ട് കടത്തിലായിരിക്കുകയാണ്. ഇതുപോലും കുട്ടികൾക്ക് പണ്ടൊക്കെ നമുക്കറിയാം, കുറച്ചും കൂടി ഫിനാൻഷ്യലി ബാക്ക്വേർഡ് ആയിട്ടുള്ള വീട്ടിൽ നിന്നൊക്കെ കുട്ടികൾ കൂടുതലും സ്കൂളിൽ വരുന്നത് പഠിക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് ഉച്ചക്കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ടാണ്. അത് നമുക്ക് മുടങ്ങാതെ കിട്ടുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. ഒരു പയറും കിട്ടും, എന്താ പറയാ, നമുക്ക് ഒരു കഞ്ഞിയും കിട്ടും, അത് മതി. ഉച്ചയ്ക്ക് അത് കുടിക്കാൻ വേണ്ടി മാത്രം വരുന്ന ആൾക്കാരുണ്ട്. എന്റെയൊക്കെ സ്കൂളിലുണ്ടായിരുന്ന ഒരു ആന്റണിയൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ആന്റണി മരിച്ചുപോയി. ആന്റണി എല്ലാ സമയത്തും ഇങ്ങനെ തൂങ്ങിയിരിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ഇന്റർവെലിന്റെ സമയമാകുമ്പോൾ ഉച്ചയ്ക്ക് പുള്ളി റെഡി ആയിരിക്കും. പുള്ളിയാണ് കഞ്ഞിയും പയറും പോയി എടുത്തുകൊണ്ട് വന്ന് വിളമ്പുന്ന എല്ലാവർക്കും. അതിന് ഇവര് ഭയങ്കര ഉത്സാഹമാണ്. എനിക്ക് ആന്റണിനെ ഓർക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് ആ ഒരു സംഗതിയാണ്. കാരണം ആന്റണി ഫിനാൻഷ്യലി ഭയങ്കര ബാക്ക്വേർഡ് ആയിട്ടുള്ള ഒരു ഫാമിലിയിൽ നിന്ന് വരുന്ന ഒരു വ്യക്തിയായിരുന്നു. ആന്റണി സ്കൂളിൽ വരുന്നത് കഞ്ഞി കുടിക്കാനാണ്. അപ്പൊ അങ്ങനത്തെ ഒരുപാട് കുട്ടികൾ പണ്ടുണ്ടായിരുന്നു. അത് മാറ്റി നിങ്ങൾ സദ്യ കൊടുക്കുന്നു എന്നാക്കി. ഇപ്പൊ അതിനും നിങ്ങൾക്ക് കാശില്ല എന്ന് പറയുന്നു. അപ്പൊ 5000 കോടിയുടെ ഫണ്ട് എവിടെ? 5000 കോടിയുടെ ഫണ്ട് എവിടെ? അംഗൻവാടിയിൽ കൊടുക്കാൻ കാശില്ല. അപ്പൊ ഈ 5 രൂപ വെച്ചിട്ട് ബിരിയാണി എങ്ങനെയാ കൊടുക്കുക? ഉപ്പുമാവല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. അതും കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് അവരിയ്ക്കുന്നത്. കാരണം അവർക്ക് നിങ്ങൾ ശമ്പളം കൊടുത്തിട്ടില്ല. ആശാ വർക്കർമാരുടെ കൂടെ കുറച്ച് നാൾ അവരും സമരത്തിനിരുന്നതാ. അത് കഴിഞ്ഞ് കുറച്ച് ഇപ്പുറത്തെ CITയും കൊണ്ടുവന്ന് അവരെ സമരത്തിനിരുത്തി. അപ്പൊ ഇതെല്ലാം എല്ലാവരും ഇവിടെ അനുഭവിക്കുന്ന സമയത്ത് നിങ്ങൾ പറയുന്നു 5000 കോടി ഇവിടെ കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് എവിടെ? അത് പ്രത്യക്ഷമായി ഞങ്ങൾ കാണണ്ടേ? നിങ്ങൾക്ക് ആശാ വർക്കർമാർക്ക് പൈസ കൊടുക്കാൻ നിങ്ങളുടെ ഇല്ല, അംഗൻവാടിക്കാർക്ക് പൈസ കൊടുക്കാനില്ല, ഫുഡ് കൊടുക്കാനായിട്ടുള്ള പൈസ നിങ്ങളുടെ ഇല്ല, വേറെ ഒന്നും ചെയ്യാനായിട്ടുള്ള പൈസ നിങ്ങളുടെ ഇല്ല. അപ്പൊ ഈ 5000 കോടി എവിടെ പോയി സഖാവേ? താങ്കൾ പ്രസംഗിക്കുമ്പോൾ ഇതൊക്കെ ഞങ്ങൾ ചോദിക്കില്ലേ? അപ്പൊ ചോദ്യത്തിനൊരു മറുപടിയും കൂടി പ്രതീക്ഷിക്കുകയാണ്. താങ്കളുടെ ഈ പ്രസംഗം തന്നെ വെച്ചുകൊണ്ട് ഇതിൽ താങ്കൾ പറയുന്ന ഓരോ കാര്യങ്ങളുടെയും കേരളത്തിന്റെ യഥാർത്ഥ അവസ്ഥ എന്താണ് എന്നതിനെ കുറിച്ച് അഡ്രസ് ചെയ്തുകൊണ്ട് സംസാരിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കും. അടുത്തതായിട്ട് ഞാൻ സംസാരിക്കാൻ പോകുന്നത് കേരളത്തിന്റെ ആരോഗ്യ രംഗത്തെ പറ്റിയാണ്. അതും നമ്പർ 1 ആണെന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. കേരളത്തിൽ തന്നെ ഗവൺമെന്റ് തലത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡോക്ടർ എന്നെ വിളിച്ച് കഴിഞ്ഞ ദിവസം ഇവിടുത്തെ ആരോഗ്യ രംഗത്തിന്റെ മേന്മയെ പറ്റി സംസാരിക്കുകയുണ്ടായി. അതേക്കുറിച്ചിട്ടാണ് ഞാൻ അടുത്ത വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ സംഭാവനകളുടെ കാര്യം മറക്കണ്ട. നിങ്ങളുടെ സംഭാവനകൾ കൊണ്ടാണ് ഇപ്പൊ നമ്മൾ സത്യത്തിൽ പിടിച്ചു നിൽക്കുന്നത്.
നല്ല രീതിയിൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. തുടർന്നും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സംഭാവനകൾ വലിയ രീതിയിൽ ആവശ്യമുള്ള ഒരു ഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ മോണിറ്റൈസേഷൻ കാര്യങ്ങൾ റീസ്റ്റോർ ചെയ്യുന്നത് വരെ, അതായത് വീഡിയോ ചെയ്ത് നമുക്ക് ഫണ്ട് ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന്, ഫേസ്ബുക്കിൽ നിന്നും യൂട്യൂബിൽ നിന്നും ഒക്കെ പഴയതുപോലെ കിട്ടുന്നത് വരെ നിങ്ങളുടെ ഈ ഒരു പിന്തുണ എനിക്ക് ആവശ്യമാണ്. നമ്മുടെ ചാനലിൽ അഡ്വർടൈസ്മെന്റ് ചെയ്യാനും നിങ്ങൾക്ക് ഈ നമ്പറിൽ തന്നെ വിളിക്കാവുന്നതാണ്. അപ്പോൾ തുടർന്ന് കാണുക പബ്ലിക് ഒപ്പീനിയൻ.